വിജയുടെ ടി വി കെയും ബി ജെ പിയും ADMKയും എല്ലാം നിരന്തരം ഉന്നയിച്ചിരുന്ന ആവശ്യമായിരുന്നു കരൂർ ദുരന്തം CBI അന്വേഷിക്കണമെന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ടി വി കെയും ബി ജെ പിയും ഹർജി സമർപ്പിച്ചെങ്കിലും കോടതി ഇത് തള്ളിക്കളഞ്ഞു. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും CBI അന്വേഷണം ആവശ്യമില്ലെന്നും പറഞ്ഞ കോടതി വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി. തുടർന്ന് ടി വി കെക്കെതിരെയും വിജയ്ക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് നടത്തിയത്. കോടതിയിൽ നിന്നുള്ള ഈ തിരിച്ചടി അന്ന് അവർക്ക് വലിയ ക്ഷീണമായി മാറിയിരുന്നു. എന്നാലിപ്പോൾ ടി വി കെക്കും ബി ജെ പിക്കും ഒരേപോലെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. മദ്രാസ് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് ടി വി കെ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി അംഗീകരിച്ചു. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചു. ഇത് മാത്രമല്ല, പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയ മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശത്തെ സുപ്രീം കോടതി വിമർശിച്ചു. ഇക്കാര്യത്തിൽ മദ്രാസ് ഹൈക്കോടതി രജിസ്ട്രാറോട് വിശദീകരണവും തേടിയിട്ടുണ്ട്. അതായത് ഹൈക്കോടതി വിധിയെ പൂർണ്ണമായി തള്ളുന്നതാണ് സുപ്രീം കോടതിയുടെ വിധിയെന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതോടെ ടി വി കെക്കെതിരെയും വിജയ്ക്കെതിരെയും മുൻപ് ഹൈക്കോടതി നടത്തിയിട്ടുള്ള വിമർശനങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ഇല്ലാതെയായി. വിജയുടെ നേതൃപാടവത്തെ ചോദ്യം ചെയ്തൊക്കെ നടത്തിയ പരാമർശം അവർക്ക് വൻ തിരിച്ചടിയായിരുന്നു. ഇനി ദളപതിക്ക് ആശ്വാസത്തോടെ നെടുവീർപ്പിടാം. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ കരൂർ സന്ദർശിക്കാൻ വേണ്ടി വിജയ് സമർപ്പിച്ച അപേക്ഷയും പോലീസ് അംഗീകരിച്ചു. ഈ വരുന്ന 17-ന് അദ്ദേഹം മരിച്ചവരുടെ ബന്ധുക്കളെയും പരിക്കേറ്റവരെയും കാണും. അന്ന് NDA പ്രവേശനം ഉൾപ്പെടെ നിലവിലുള്ള അഭ്യൂഹങ്ങൾക്ക് താരം മറുപടി പറയുമെന്നാണ് പ്രതീക്ഷ. കരൂർ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിജയുടെ പുതിയ ചിത്രം ജനനായകൻ്റെ പ്രൊമോഷൻ പരിപാടികളും പ്രതിസന്ധിയിലായിരുന്നു. ഇനി അതിന് പങ്കെടുക്കുന്നതിനും വിജയ്ക്ക് ആരെയും ഭയക്കണ്ട. എന്തായാലും സുപ്രീം കോടതി വിധിയോടെ ടി വി കെ ഹാപ്പി, വിജയ് ഹാപ്പി, BJP ഹാപ്പി, ADMKയും ഹാപ്പി. ആകെ നെഞ്ചടിക്കുന്നത് DMKയ്ക്ക് മാത്രമാണ്. വിജയ് BJPയുമായും ADMKയുമായും ചർച്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് CBI അന്വേഷണം അംഗീകരിച്ചുള്ള ഉത്തരവാകുന്നത്. അതായത് ടി വി കെ NDA മുന്നണിയിൽ ചേർന്നേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കെ കേസ് CBI അന്വേഷിക്കുന്നതോടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ഒരു മേൽക്കൈ വന്നിരിക്കുകയാണ്. ഇനി DMK സർക്കാരിന് കരൂർ ദുരന്തത്തിൻ്റെ അന്വേഷണത്തിൽ യാതൊരു പങ്കുമുണ്ടാകില്ല. ഹൈക്കോടതിയുടെ SITക്കും റോൾ ഇല്ലാതെയാകും. അതായത് ഫുൾ കൺട്രോൾ കേന്ദ്ര സർക്കാരിന്. BJP പറഞ്ഞ വഴിയെ കരൂർ ദുരന്തത്തിൻ്റെ അന്വേഷണം വരുന്ന അവസ്ഥ. കരൂരിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനെതിരെയാണ് അന്വേഷണം പോകുന്നതെങ്കിൽ വിജയ്ക്ക് സ്വാഭാവികമായും BJPയോട് ഒരു കടപ്പാടുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വിജയുടെ NDA പ്രവേശനം സംബന്ധിച്ച് BJP വിജയോട് പറയുന്ന ആവശ്യങ്ങൾ ദളപതി അംഗീകരിച്ചേക്കാം. കഴിഞ്ഞ ദിവസം എടപ്പാടി പളനിസ്വാമിയുടെ ഒരു പൊതുപരിപാടിയിൽ ചില TVK പ്രവർത്തകർ പങ്കെടുത്തതും ഒരുപക്ഷെ ഇതിൻ്റെ സൂചനയാകാം. NDAയിലേക്ക് പോയാൽ ഒന്നുകിൽ 2026-ൽ വിജയ് തമിഴ്നാടിൻ്റെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഏതെങ്കിലും സ്ഥാനം അലങ്കരിച്ചേക്കാം.